ഈ പറയുന്ന 50 അടി താഴ്ചയിൽ ടണൽ ഉണ്ടാക്കാൻ ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു തടാകമല്ല. ഡാമിന് എന്തെങ്കിലും പറ്റിയാൽ പോലും ആ ലാൻഡിന്റെ അവകാശം വീണ്ടും തമിഴ്നാടിന്റെ കയ്യിൽ തന്നെ ആയിരിക്കില്ലേ? ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതോടെ തീരും. ഈ ബേബി ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അത് വലിയ ദുരന്തമാണ്. കാരണം പ്രധാന അണക്കെട്ടിൽ 115 അടിക്ക് മുകളിൽ വെള്ളം സംഭരിക്കണമെങ്കിൽ ബേബി ഡാം കൊണ്ടാണ് സംഭരിക്കുന്നത്. 3 വെള്ളപ്പൊക്കങ്ങളാണ് മുല്ലപ്പെരിയാറിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും അപകടകരമായ രീതിയിൽ 3 വെള്ളപ്പൊക്കം ഉണ്ടായി. ഒന്ന് 1927, പിന്നെ 1943, 1961. ഒരു ഓവർഫ്ലോയുടെ സാധ്യതയും കൂടിയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പറയുന്ന ആ നാരോ മൺതിട്ട അതൊലിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശക്തമായ ഒരു മണ്ണിടിച്ചിൽ, മറുവശത്തു നിന്ന് ഒരു ഫ്ലഡും ഇപ്പുറത്ത് ശക്തമായ ഒരു മണ്ണിടിച്ചിലും ഉണ്ടായാൽ ചിലപ്പോൾ ഡാമിന്റെ സ്ട്രക്ചറൊക്കെ അവിടെ നിൽക്കും. ഈ പറഞ്ഞ ബലമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കും. ഡാമിന്റെ സ്ട്രക്ചർ അവിടെ നിൽക്കും, ഡാമിലെ മുഴുവൻ വെള്ളവും പുറത്തും. അതാണ് അപകടം. ബാക്കി 80 വെച്ച് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. ഈ 36 കഴിഞ്ഞാൽ ഓവർഫ്ലോ ആയിട്ട് പെരിയാറിലേക്ക് ഒഴുകും. അത് 42 അടി വരെ ഇപ്പോൾ ഉയർത്താമെന്ന് പറയുമ്പോൾ ഷട്ടർ അടയ്ക്കും. ഷട്ടർ അടച്ചില്ലെങ്കിൽ 36 കഴിഞ്ഞ് വരുന്ന വെള്ളം സ്വാഭാവികമായും തുറന്നു, അതായത് 79-ലാണ് സ്പിൽവേ എല്ലാം തുറന്നു വെച്ചത്. 52 അടി ഹൈറ്റിലാണ് സ്പിൽവേ ഉണ്ടായിരുന്നത്. അത് അതിൻ്റെ ഷട്ടറുകൾ തുറക്കുമ്പോൾ അത് 36 അടി ലെവലിലേക്ക് വരും. ആ 36-ൽ നിന്ന് സ്വാഭാവികമായിട്ടും 136 വെറും 36-ല്ല, 136 ലെവലിന് മുകളിൽ വരുന്ന വെള്ളം സ്വാഭാവികമായിട്ട് ഒഴുകി പെരിയാറിലേക്ക് ഒഴുകി ഇങ്ങനെ ഇടുക്കി വഴി, ലോവർ പെരിയാർ വഴി, ആലുവ വഴി ഇങ്ങനെ കടലിലേക്ക് പോകും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ, ഇത്ര അപകടകരമായ ഒരു അണക്കെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ, അതിനകത്ത് എമർജൻസി സിറ്റുവേഷനിൽ വെള്ളം താഴ്ത്തണം എന്ന് വന്നാൽ മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് സ്ലൂയിസ് ഇല്ല. സ്ലൂയിസ് വാൽവ് വെള്ളമാണെങ്കിൽ അടിയിൽ നിന്ന് നമുക്ക് തുറന്നു വിടാം. ഇത് അതും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് താഴ്ത്തുന്നതിന് പുതിയൊരു ടണൽ എന്നുള്ള ഒരു ആശയം. ടണലിലൂടെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പറയുന്ന 50 അടി താഴ്ചയിൽ ടണൽ ഉണ്ടാക്കാൻ ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു തടാകമല്ല. ഇത് 26 ചതുരശ്ര കിലോമീറ്ററിൽ ഇങ്ങനെ മലയിടുക്കുകളിലൂടെ കിടക്കുന്നതാണ്. എല്ലായിടത്തും ഒരേ ഹൈറ്റ് അല്ല. ചിലയിടത്ത് 1 അടിയായിരിക്കും ഹൈറ്റ്, അപ്പോൾ മറ്റു സ്ഥലത്ത് 100 അടിയായിരിക്കും ഹൈറ്റ്, വേറെ ഇടത്ത് 150 അടിയായിരിക്കും ഹൈറ്റ് മാക്സിമം വന്നാൽ. അതാണ് ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് എവിടെ തുറന്നാലും നമുക്ക് കൃത്യം 50-ൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത്. എവിടെ നിന്നാണ് ഈ 50-ൻ്റെ അളവ് എടുക്കുന്നത്? ഡാം ലെവലിൽ എടുക്കണം. ഡാമിൻ്റെ സ്ട്രക്ചർ ലെവലിൽ നിന്നാണ് 50 അടി എന്നുള്ള കണക്കെടുക്കേണ്ടത്. 50 അടിക്ക് മുകളിൽ വരുന്ന വെള്ളം കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ ഡാമിനോട് ചേർന്നുള്ള ഏതെങ്കിലും പ്രദേശത്ത് നിന്ന് ടണൽ എടുക്കേണ്ടി വരും. അങ്ങനെ ടണൽ എടുക്കണം. ഇത് കേരളത്തിൻ്റെ ഭൂപ്രദേശമാണ്. അവിടെ മുഴുവൻ അതെല്ലാം കേരളത്തിൻ്റെ ഭൂപ്രദേശമാണ്. നമ്മുടെ ബൗണ്ടറിയിൽ നിന്ന് ഈ അണക്കെട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ കൂടി കരമാർഗം യാത്ര ചെയ്താലേ തമിഴ്നാട് ബോർഡറിലെത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അതൊരു സ്റ്റീപ്പാണ്, ഒരു മലഞ്ചെരിവാണ്. ആ മലഞ്ചെരിവിൻ്റെ അടിവശത്താണ് തമിഴ്നാടിൻ്റെ ഈ വെള്ളം കൊണ്ട് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോവർ ക്യാമ്പ്, ലോവർ പെരിയാറല്ല, ലോവർ ക്യാമ്പ് വൈദ്യുതി ജനറേറ്ററും ഒക്കെ ഉള്ളത് അവിടെയാണ്. ഇത്ര അകലെയാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഈ വെള്ളം ടണലിൽ കൊണ്ടുപോകേണ്ടത്. പെൻസ്റ്റോക്കിലേക്ക് എത്തുന്നത് ഇപ്പോൾ ടണൽ വഴിയാണ്. നിലവിൽ ടണൽ വഴിയാണ് പെൻസ്റ്റോക്കിലേക്ക് എത്തിക്കുന്നത്. ആ ടണല് ഇനി അത് അവിടെ നിന്ന് ഇനി 50 അടി, ഇപ്പം 104 ലെവലിൽ ബെഡ് ലെവൽ എന്ന് പറയും, 104 ബെഡ് ലെവലിലാണല്ലോ. അവിടെ നിന്ന് വീണ്ടും 54 അടിയും കൂടെ താഴ്ത്തി ഒരു ടണൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ചുകൂടി താഴ്വരയിൽ നിന്ന് തുറന്ന് കയറി വരണമായിരിക്കും. എനിക്ക് അതിൻ്റെ സാങ്കേതികത്വമൊന്നും അറിയത്തില്ല. ഇതെന്താ അടിസ്ഥാനത്തിലാണ്? അവിടുത്തെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കാതെയാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടണൽ എന്ന ആശയം മുന്നോട്ട് വെച്ചതെന്ന് എനിക്ക് വ്യക്തതയില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എനിക്ക് ഈ ഭൂപ്രദേശം, ഞാൻ ആ നാട്ടുകാരനും കൂടെയാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് ഇത് എവിടെ തുറന്നാലാണ് ഈ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്ന് എനിക്കറിയില്ല. പിന്നെ സാങ്കേതിക വിദ്യ വളരെ വലുതാണല്ലോ, ഏതെങ്കിലും കൊണ്ടുപോകാതിരിക്കും. പക്ഷേ അപ്പോഴോട് രണ്ടാമത്തെ ഓപ്ഷനോട് പുതിയ അണക്കെട്ട് എന്നുള്ള ഓപ്ഷൻ, പുതിയ അണക്കെട്ടിന് സ്ഥലം വരെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അത് വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള 1979 സെൻട്രൽ വാട്ടർ കമ്മീഷൻ വന്നിട്ട് ഈ അണക്കെട്ട് പരിശോധിച്ച് ഇതിന് ബലക്ഷയമുണ്ട്, അതുകൊണ്ട് അറ്റകുറ്റപ്പണികൾ, അത് മൂന്ന് തരത്തിലുള്ള അറ്റകുറ്റപ്പണികളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അർജൻറ്റ് പണിയുണ്ടത് ഷോർട്ട് ടൈമായിട്ട് സെക്ടർ ഇതിലാണ് ഈ അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ത്തുക, അത്യാവശ്യം കുറേ അറ്റകുറ്റപ്പണികൾ നിർദ്ദേശിച്ചു. സ്പിൽവേ ഷട്ടറുകളുടെ എണ്ണം കൂട്ടുക. അന്ന് വരെ 10 ഷട്ടറുകളെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് 13 ആക്കി ഉയർത്തുക.
പിന്നെ ബേബി ഡാം എന്ന് പറഞ്ഞൊരു നിർമ്മിതിയുണ്ട്. ഇതിൻ്റെ ഭാഗം തന്നെയാണ് ഈ മലയിടുക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഒരു നിശ്ചിത 1200 അടി നീളമുള്ള പ്രധാന അണക്കെട്ട് കഴിഞ്ഞിട്ട് ഒരു മൺതിട്ടയാണ്. മൺതിട്ടയിലൊരു ചെറിയ കുന്നാണ്. അതിനപ്പുറത്താണ് ബേബി ഡാം. ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്ന ഒരു ഗ്യാപ്പ് വന്നു. അവിടം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചാണ് ബേബി ഡാം. അപ്പം ബേബി ഡാമൊക്കെ അന്ന് നിർമ്മിച്ചതാണ്, 890കളിൽ നിർമ്മിച്ചതാണ്. അപ്പോൾ അത് ഇത്രയും വർഷമായല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് യാതൊരുവിധ അഡീഷണൽ നിർമ്മിതിയും വന്നിട്ടില്ല. ഇപ്പുറത്ത് പ്രധാന അണക്കെട്ടിന് 79-ന് ശേഷം കുറേ അഡീഷണൽ നിർമ്മിതികൾ വന്നു, ഒക്കെ ചെയ്തു. പക്ഷെ ബേബി ഡാമിൽ ഇന്നും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബേബി ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അത് വലിയ ദുരന്തമാണ്. കാരണം പ്രധാന അണക്കെട്ടിൽ 115 അടിക്ക് മുകളിൽ വെള്ളം സംഭരിക്കണമെങ്കിൽ ബേബി ഡാം കൊണ്ടാണോ സംഭരിക്കുന്നത്? കാരണം പ്രധാന അണക്കെട്ട് താഴ്വരെ ഇങ്ങനെ ഉയർന്ന് വെള്ളം ഉയർന്ന് 115 അടിയിലെത്തുമ്പോൾ അത് വേറൊരു മലയിടുക്കിൽ കൂടെ പുറത്തേക്ക് ഒഴുകി പോകും. അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് ബേബി ഡാം. അപ്പം ശരിക്കും 130 അല്ലെങ്കിൽ 142 അടി നിൽക്കുമ്പോൾ 115-ന് മുകളിലേക്ക് വരുന്ന ഇതാ അവിടുത്തെ ഒരു ഹൈറ്റ് മാത്രമല്ലല്ലോ, ഏരിയയിലേക്ക് ഇത് വിസ്തൃതി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത്രയും വെള്ളം ഈ അണക്കെട്ടിലെ ഏതാണ്ട് 1/4 ഭാഗം വെള്ളവും തടഞ്ഞു നിർത്തുന്നത് ബേബി ഡാമാണ്. ബേബി ഡാം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബേബി ഡാമിന് അതൊരു പ്രഷർ വന്നു കഴിഞ്ഞാൽ ഈ 15 അടിക്ക് മുകളിലുള്ള മുഴുവൻ വെള്ളം, 115 അടിക്ക് മുകളിലുള്ള മുഴുവൻ വെള്ളം അതുവഴി പുറത്തേക്ക് ഒഴുകി വരും. ഈ പ്രധാനപ്പെട്ട മുല്ലപ്പെരിയാർ ഡാമും അതിനുശേഷം അന്ന് നിർമ്മിച്ചതും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതുമായ സ്പിൽവേ, ഇതിന് രണ്ടിനിടയിലുള്ള കുന്ന് എന്ന് പറയുന്ന പ്രദേശം, അത് ഒരു ഹൈ റിസ്ക് മേഖലയല്ലേ? അതെ, അത് ഹൈ റിസ്ക് മേഖലയാണെന്ന് 1924 ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പറഞ്ഞിട്ടുണ്ട്. അത് ബ്രിട്ടീഷ് എഞ്ചിനീയർ LH മാക്കൻസി എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് എഞ്ചിനീയർ. എനിക്ക് ഇനിഷ്യലി ചിലപ്പോൾ എന്തായാലും വ്യത്യാസം കാണും. എന്നാലും മാക്കൻസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഹിസ്റ്ററി ഓഫ് പെരിയാർ എന്ന് പറഞ്ഞ ആദ്യകാലത്തെ മുല്ലപ്പെരിയാറിൻ്റെ ചരിത്രമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഹിസ്റ്ററിയിൽ, ആ ചരിത്ര രേഖയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പ്രധാന അണക്കെട്ടിനും സ്പിൽവേയ്ക്കും ഇടയിലുള്ള ഇടുങ്ങിയ കുന്ന്, അത് പുസ്തകത്തിൻ്റെ കോപ്പി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. ആ ഭാഗം ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യത ഫ്ലഡ് വന്നാൽ എങ്ങനെ 1924 ഒരു അതിശക്തമായ വെള്ളപ്പൊക്കം മുല്ലപ്പെരിയാറിലുണ്ടായി. 3 വെള്ളപ്പൊക്കങ്ങളാണ് മുല്ലപ്പെരിയാറിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും അപകടകരമായ രീതിയിൽ 3 വെള്ളപ്പൊക്കം ഉണ്ടായി. ഒന്ന് 1927, പിന്നെ 1943, 1961. ഈ 3 തവണ ഉണ്ടായതും അപ്രതീക്ഷിതമായ ഫ്ലഡായിരുന്നു. ഈ 24 അത് തന്നെ 1924 ജൂലൈ മാസം 17-ാം തീയതി 99 പറഞ്ഞാൽ ക്യൂസെക്സ് വെള്ളം, അതായത് ഒരു സെക്കൻഡിൽ 98 കനേഡി വെള്ളം ഈ ഷട്ടറിലൂടെ പുറത്തേക്ക് തുറന്നു വിട്ടു. അത്രമാത്രം ഫ്ലഡ് ഉണ്ടായി. നമ്മൾ മുമ്പേ പറഞ്ഞത് 2000 തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എത്ര ഇരട്ടിയാണ് ഈ 98 എന്നൊന്ന് ആലോചിച്ച് നോക്കണം. അത്രയും അളവിൽ വെള്ളം വണ്ടിപ്പെരിയാർ വഴി പെരിയാറ്റിലൂടെ ഒഴുകി. അത് 1924 നമ്മൾ പറയുന്നത് 99-ലെ വെള്ളപ്പൊക്കമില്ലേ, ആ കാലത്താണ്. ജൂലൈ 17-ാം തീയതി രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, 1924 ജൂലൈ 17-ാം തീയതി. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് 1943-ലാണ്. 43-ലും അണക്കെട്ടിലെ ജലനിരപ്പ് 153.8 വരെ ഉയർന്നു. 53.8. കാരണം ഇപ്പോഴും പറയുന്ന 52 വരെ ഉയർത്തണമെന്നാണ്. 52 ഉയർത്തിയാൽ തന്നെ അപകടമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് 154ഓളം 54 അടിയോളം വെള്ളം ഉയർന്നു. അപ്പോഴും സ്പിൽവേ വഴി മാനേജ് ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഒരു ഫ്ലഡ് ഇനി വന്നു കഴിഞ്ഞാൽ ഒരു ഓവർഫ്ലോയുടെ സാധ്യതയും കൂടിയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പറയുന്ന ആ നാരോ മൺതിട്ട അതൊലിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് 1927 തന്നെ അന്നത്തെ എഞ്ചിനീയർമാർ ഇത് ചൂണ്ടിക്കാണിച്ചെങ്കിലും പിന്നീട് അവഗണിക്കുകയാണ് ചെയ്തത്. അന്ന് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മറുവശം ഇങ്ങനെ ഒരു ചാഞ്ഞ പ്രദേശമാണ്. അവിടെ ചെറുതായിട്ട് ഇപ്പോഴും മണ്ണിടിയുന്നുണ്ട്. ഞാൻ ഏറ്റവും അവസാനം മുല്ലപ്പെരിയാർ പോകുന്നത് 2014-ലാണ്. 2014 സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ് നമുക്കൊന്നും അങ്ങോട്ട് പോകാൻ മേലാതായത്. അതിന് മുൻപ് പോകുമ്പോൾ കണ്ടിട്ടുള്ള കാഴ്ച ഈ മറുവശത്ത് മണ്ണിങ്ങനെ ഇടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് കുറേശ്ശെ മണ്ണിടിയുന്നുണ്ട്. ആ മണ്ണിടിച്ചിൽ ഇങ്ങനെ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ശക്തമായി, വയനാട്ടിലൊക്കെ ഉണ്ടായി നമ്മൾ കണ്ടതല്ലേ, ശക്തമായ ഒരു മണ്ണിടിച്ചിൽ, മറുവശത്തു നിന്ന് ഒരു ഫ്ലഡും ഇപ്പുറത്ത് ശക്തമായ ഒരു മണ്ണിടിച്ചിലും ഉണ്ടായാൽ ചിലപ്പോൾ ഡാമിൻ്റെ സ്ട്രക്ചറൊക്കെ അവിടെ നിൽക്കും. ഈ പറഞ്ഞ ബലമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കും. ഡാമിൻ്റെ സ്ട്രക്ചർ അവിടെ നിൽക്കും, ഡാമിലെ മുഴുവൻ വെള്ളവും പുറത്തു വരും. ഇടയിലൂടെയുള്ള ആ മൺതിട്ട അതൊന്നും കേരളം പരിഗണിച്ചിട്ടേയില്ല. ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എഞ്ചിനീയർമാർ, എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള എഞ്ചിനീയർമാർ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അവർ വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരിതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ പരിഗണിക്കുന്നില്ല. അതായത് മുമ്പേ പറഞ്ഞത് കേരളം താല്പര്യമില്ല ഈ വിഷയത്തിൽ. തമിഴ്നാട്ടിലൊരു വലിയ രാഷ്ട്രീയ വിപ്ലവം ഉണ്ടാകുന്നു. അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന
കുറേ കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന ദ്രാവിഡ പാർട്ടികളൊക്കെ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. വിജയ് എന്ന് പറയുന്ന സിനിമാ നടൻ അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ വിജയ് ആരാധകർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിജയ് ഒരു കേരളത്തെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തും. കാരണം കഴിഞ്ഞ 18-ലെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ വിജയുടെ വലിയ സഹായങ്ങളൊക്കെ കേരളത്തെ തേടിയെത്തിയതാണ്. എന്നാൽ വിജയ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ് ജനതയ്ക്കൊപ്പമാണ് എന്ന് നിലപാടും അറിയിച്ചു കഴിഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് വി ഡി സതീശൻ എല്ലാവരും അധികാരത്തിലേക്ക് എത്തിയത്. 10 വർഷക്കാലം പിണറായി സർക്കാർ ഇതിനെപ്പറ്റി മിണ്ടിയില്ല. അവിടെ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ട് പോലും ഇവിടെ നിന്ന് മിണ്ടാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? ഈ വിജയുടെ കാര്യം ആദ്യം പറയാം. വിജയ് 2018-ലെ വെള്ളപ്പൊക്കത്തിലൊക്കെ നമ്മളോട് സഹാനുഭൂതി കാണിച്ച അന്ന് വിജയ് ഒരു സെലിബ്രിറ്റി മാത്രമായിരുന്നു. ഇന്ന് വിജയ് ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇനി വിജയ് അല്ല, ഈ കേരളത്തിൽ നിന്ന് എന്തെങ്കിലും കാരണവശാൽ വി ഡി സതീശൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയാലും, ഇനി അതല്ല പിണറായി വിജയൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയാലും അവിടെ ഒരൊറ്റ സ്റ്റാൻഡേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? അവിടുത്തെ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരൊറ്റ നിലപാടേ ഉള്ളൂ. നമ്മളെപ്പോലെ ഇത് ചുമ്മാ പറയുന്നതാണെന്നോ ഇത് കെട്ടുകഥയാണെന്നോ അങ്ങനെയുള്ള ഒരു നിലപാട് അവിടുത്തെ ജനങ്ങൾക്കില്ല. ജനം പുതിയ ഡാം വന്നാലും അവർക്ക് വെള്ളം കൊടുക്കാമെന്ന് അവരെ ബോധിപ്പിച്ചാൽ, അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീരാൻ പ്രശ്നമല്ലേ? ആര് ബോധ്യപ്പെടുത്തും? ബോധ്യപ്പെടുത്താൻ തീരും. ബോധ്യപ്പെടുത്താൻ വേറെ പലതും ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് ഈ മുല്ലപ്പെരിയാറ്റിലെ ജനത്തെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യേണ്ട സാഹചര്യമില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ പറയാം. കഴിഞ്ഞ വർഷം ഇതേ സമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 135 അടി വെള്ളമുണ്ട്. ഈ ജൂലൈ മാസത്തിലൊക്കെ ഡാമിലെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് 135 അടിയാണ്. അവർക്ക് ഈ 2100 വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും അതിനുശേഷം കൃഷി ആവശ്യങ്ങൾക്കും വെള്ളമുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ 2-3 ദിവസത്തെ ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ മാത്രം ജലനിരപ്പ് ഒന്ന് ഉയർന്ന് 116 ഉള്ളൂ. കഴിഞ്ഞ വർഷത്തേനേക്കാൾ 20 അടി കുറവാണ്. 20 അടി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതൊരു 4-5 TMC വരും. 4-5 TMC വെള്ളം 5-6 TMC 24-25 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന വെള്ളം, അത്രയും വെള്ളം കുറഞ്ഞു. വെള്ളം കുറഞ്ഞിട്ട് തമിഴ്നാട് കരിഞ്ഞൊന്നും പോയില്ലല്ലോ. നമ്മളങ്ങനെ പറയുമ്പോൾ ഒരു വരൾച്ച കൊണ്ട് ഒരു നാട് നശിക്കുകയല്ല, അതൊക്കെ എന്ത് മണ്ടത്തരാണെന്ന് വേണേൽ ആർക്കെങ്കിലും ചോദിക്കാം. യഥാർത്ഥ വിഷയത്തിൽ അങ്ങനെയല്ലെന്നേ. തമിഴ്നാടിന് അത്യാവശ്യം കരുതൽ ശേഖരമൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ. 100 വർഷം മുമ്പ് 130 വർഷം മുമ്പ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന ധാരാളം ജലസ്രോതസ്സുകളും അണക്കെട്ടുകളും ഇന്ന് തമിഴ്നാട്ടിലുണ്ട്. അത് ആർക്കും നമുക്ക് തന്നെ പോയി നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടു മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലുണ്ട്. തമിഴ്നാട്ടിലൊരു അണക്കെട്ട് അവർ അഡ്രസ് ചെയ്യുന്നത് ഈ ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് വന്നിട്ട് ആസിഡ് വന്നിട്ട് പത പൊങ്ങുകയാണ്. കുറേ വ്ളോഗേഴ്സ് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ ഇത്രയും വലിയ അണക്കെട്ടുകളൊക്കെ വേറെ ഉണ്ടല്ലേ? ഉണ്ട്. ഈ മുല്ലപ്പെരിയാറ്റിലെ ജലം ഉപയോഗിച്ച് ജലസേചനം നടത്തുന്നത് മധുര, രാമനാഥപുരം, തേനി, ദിണ്ടിക്കൽ, ശിവഗംഗ 5 ജില്ലകളിലാണ്. അത് മധുര റീജിയണിൽ. ഈ മധുര റീജിയണിൽ മാത്രം മുല്ലപ്പെരിയാർ കൂടാതെ 27 അണക്കെട്ടുണ്ട് തമിഴ്നാട്ടിൽ. 1896 മുല്ലപ്പെരിയാർ കമ്മീഷൻ ചെയ്യുമ്പോൾ മുല്ലപ്പെരിയാർ മാത്രമേ ഉള്ളൂ. മുല്ലപ്പെരിയാറ്റിൽ നിന്നുള്ള ജലത്തെ മാത്രം ആശ്രയിച്ചാണ് തമിഴ്നാട് ഈ അവിടെ ജലസേചനവും കുടിവെള്ളവും ഒക്കെ ഉണ്ടാക്കിയത്. ഇന്ന് ഇപ്പം 130 വർഷം കഴിഞ്ഞപ്പം അവിടെ മുല്ലപ്പെരിയാർ കൂടാതെ 27 അണക്കെട്ടുണ്ട്. അത് തമിഴ്നാട് ഗവൺമെൻറ് അവരുടെ വെബ്സൈറ്റിൽ ഡാമിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ആ ഡാമിൻ്റെ കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം ഇതുപോലെ വലിയ ഡാമല്ല. അപ്പോൾ വൈഗ അണക്കെട്ട് തന്നെ ഉണ്ടായത് മുല്ലപ്പെരിയാറിന് ശേഷമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉണ്ടായതിനു ശേഷമാണ്. പക്ഷേ വൈഗ അണക്കെട്ട് ഉണ്ടാകുന്നതിന് കാരണമായ നദി പണ്ടുകൊണ്ട് അവിടെ അതിനകത്ത് ഈ വെള്ളത്തിൻ്റെ അളവ് കുറവായിരുന്നായിരിക്കാം. പക്ഷെ അവിടെ ഒരു നദി ഉണ്ടായിരുന്നു, അതിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. അതൊക്കെ പിന്നീട് അതിനോട് ചേർത്താണ് മുല്ലപ്പെരിയാറ്റിൽ നിന്ന് ചെല്ലുന്ന ജലവും കൂടെ വൈഗയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വൈഗയെങ്കിലും എൻ്റെ ചോദ്യം ഇതാണ്, ഈ പറയപ്പെടുന്ന നിലവിലുള്ള ഡാമിൽ നിന്ന് കിലോമീറ്ററുകൾ ഇപ്പുറം മാറി കേരളം പുതിയ ഡാം നിർമ്മിച്ചാൽ തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ സാധ്യമാണോ? അല്ലേ, ഈ പ്രൊപ്പോസ്ഡ് സൈറ്റ് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറ്റിലെ പുതിയ ഡാമിൻ്റെ പ്രൊപ്പോസ്ഡ് സൈറ്റ് എന്ന് പറയുന്ന കിലോമീറ്ററുകളുടെ വ്യത്യാസമൊന്നുമില്ല. നിലവിലുള്ള അണക്കെട്ടിൻ്റെ 1300 അടി താഴ്ചയിലാണ്. അതിൻ്റെ ബാക്കിൽ 1300 അടി താഴ്ചയുള്ളൂ. ആ 1300 അടി താഴ്ചയിൽ നിന്ന് അവിടെ പറഞ്ഞാൽ ഇതേ ലെവലിൽ കേരളം പറഞ്ഞാണ് കേരളം സ്വന്തം ചെലവിൽ അണക്കെട്ട് നിർമ്മിക്കുക. ഇതേ ലെവലിൽ ഇപ്പം 152 അടിയോ അല്ല 136 അടിയോ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സ്പിൽവേ അവരുടെ ടണൽ മുഖത്ത് വെള്ളം എത്തണമല്ലോ, ആ ടണൽ മുഖത്ത് വെള്ളം എത്താവുന്ന പരുവത്തിൽ ഈ ഡാമിൻ്റെ ഹൈറ്റ് മാനേജ് ചെയ്യാമെന്ന് വരെ പറഞ്ഞാണ്. അപ്പോഴും തമിഴ്നാട് അതിന് വഴങ്ങാതിരിക്കുന്നതിൻ്റെ കാരണം ഈ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ്. 999 വർഷത്തേക്കൊരു ഒരു ഒരു മറ്റൊരു സ്റ്റേറ്റിൻ്റെ പരമാധികാരത്തിലുള്ള ഒരു സ്റ്റേറ്റിനകത്ത് ഒരു അധികാരം സ്ഥാപിക്കാൻ കഴിയുക എന്ന് പറയുന്നത് രാജഭരണകാലത്തും നടപ്പുള്ള കാര്യമല്ല,
ജനാധിപത്യത്തിൽ ഒട്ടും നടപ്പുള്ള കാര്യമല്ല. ഇനി ഇതെല്ലാം മാറിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഭരണ സംവിധാനം ഭാവിയിൽ ഉണ്ടായപ്പോലും അതും അംഗീകരിക്കുകയില്ല. ഈ 999 വർഷം എന്ന് പറയുന്നത്. എന്നാൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ 999 അല്ല യഥാർത്ഥത്തിൽ. ആ കരാറിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലോസിൽ എഴുതി വെച്ചിരിക്കുന്നത് 999 വർഷത്തെ കരാർ കാലാവധി പൂർത്തിയാകുന്നതിന് 6 മാസം മുൻപ് ഈ തമിഴ്നാട് ആവശ്യപ്പെട്ടാൽ, രേഖാമൂലം ആവശ്യപ്പെട്ടാൽ വീണ്ടും ഈ കരാറിന് 999 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കരാർ എടുത്ത് വായിച്ച് നോക്കട്ടെ, ആർക്കും സംശയമുള്ളത്. ഇൻ കേസ് ഈ ഡാമിന് എന്തെങ്കിലും പറ്റിയാൽ, ഒന്നും പറ്റാതിരിക്കട്ടെ, അതെ, ഡാമിന് എന്തെങ്കിലും പറ്റിയാൽ പോലും ആ ലാൻഡിന്റെ അവകാശം വീണ്ടും തമിഴ്നാടിന്റെ കയ്യിൽ തന്നെ ആയിരിക്കില്ലേ? ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതോടെ തീരും. പിന്നെ അവകാശം കൊണ്ട് അവിടെ എന്താ പ്രസക്തി? അവർക്ക് കൊടുത്തിരിക്കുന്ന റൈറ്റ് എന്താണ്? ഈ 8000 ഏക്കറിൽ, നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രദേശത്തുള്ള 8000 ഏക്കർ സ്ഥലത്ത് അണക്കെട്ട് നിർമ്മിച്ച്, പെരിയാറിന് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് ആ വെള്ളം കൊണ്ടുപോകാം. അതിനാവശ്യമായ നിർമ്മിതികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലാൻഡ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ലാൻഡിൻ്റെ മറ്റ് പരമാധികാരം. അപ്പോൾ അപ്പോഴും എൻ്റെ സംശയം ഉണ്ടാവുന്നത്, ഈ ലാൻഡ് 999 വർഷത്തേക്ക് എഗ്രിമെൻ്റ് പറയിലുണ്ട് നിലവിൽ. ഇപ്പോൾ അതിൽ എത്ര വർഷമായിട്ടുണ്ട്? 130 വർഷമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിർമ്മാണത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള അധികാരം തമിഴ്നാടിനുണ്ടോ എന്നുള്ളതാണ്. അല്ല, സ്ഥലം അവരുടെ പട്ടക്കാര ഇത് നിൽക്കുമ്പോഴുണ്ട്. പക്ഷെ അത്തരമൊരു ദുരന്തം സംഭവിച്ചതിന് ശേഷം പിന്നെ അവിടെ ഒരു നിർമ്മിതിയായിട്ട് പോയാൽ അന്നത്തെ ജനമാണോ ഇന്നത്തെ ജനം? അതിന് വേറെ അന്നത്തെ ഈ ജനം എന്തുകൊണ്ട് ഇതിന് ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും കേരളത്തിലെ ഈ വിഷയത്തിൽ വിമർശിക്കുന്നവർക്ക് പോലും 90% ആളുകൾക്കും ഈ സംഭവത്തെക്കുറിച്ച്, ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചോ ഒന്നും ധാരണയില്ല. വെറുതെ ചില കഥകൾ പറയുക. ചിലരൊക്കെ ഗൂഗിൾ അല്ലെങ്കിൽ പിന്നെ AI അല്ലെ ജെമിനിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ കിട്ടും. അത് വെച്ചുകൊണ്ട് മുല്ലപ്പെരിയാറിനെ വിശകലനം ചെയ്യാനും സംസാരിക്കാനും പോയി കഴിഞ്ഞാൽ പലതും പറയാം. ഇച്ചിരി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളാണെങ്കിൽ വളരെ ഗംഭീരമായിട്ട് പറയും. ഒരു വശമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സാങ്കേതിക വശമുണ്ട്. എൻ്റെ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് സംസാരിക്കുന്നതിൻ്റെ സാങ്കേതിക വിദ്യ വശമുണ്ട്. ചരിത്രപരമായി നമ്മളെ എങ്ങനെയാണ് ഈ കെണിയിൽപ്പെടുത്തിയെന്നുള്ളതിൻ്റെ ഒരു വശമുണ്ട്. നമ്മളിപ്പോഴും എന്തുകൊണ്ടാണ് ഈ ജനാധിപത്യ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷവും എന്തുകൊണ്ടാണ് നമ്മൾ ഈ കരാർ പാലിക്കാൻ ബാധ്യസ്ഥരായതെന്ന് സംബന്ധിച്ച വിഷയങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അവിയൽ പരുവത്തിൽ കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ് മുല്ലപ്പെരിയാർ. അതുകൊണ്ട് ഇതിനകത്തെല്ലാം 2 പക്ഷം ഉണ്ടാവും. മലയാളികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഏതിനും 2 പക്ഷമുണ്ട്. നമുക്കതിൻ്റെ കാര്യം അറിയണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് അങ്ങ് കൂടുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. ആ പക്ഷത്ത് കൂടി നിന്ന് അതിനുവേണ്ടി ബഹളം വെക്കും. എന്തിനാണ് ബഹളം വെക്കുന്നതെന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല, എല്ലാവരും ബഹളം വെച്ച് ഞാനും ബഹളം വെച്ചു എന്ന് പറയും. അത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം.